ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ബോംബെ റൂയിൻസ് കാണാനാണ്. കണ്ടില്ലേ, ബോംബെ റൂയിൻസ്. 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് ഇറ്റലിയിലെ സമ്പന്നമായ ഒരു റോമൻ നഗരം ബോംബെ. ഏകദേശം 20,000 ആളുകൾ താമസിക്കുന്ന തിരക്കേറിയ നഗരം. കുട്ടികൾ കളിക്കുന്നു, വിപണികളും ബേക്കറികളും ഒക്കെ വളരെ സജീവം. വീഥികളിൽ ആളുകൾ തിരക്കിലാണ്. വലിയ വീടുകൾ, റോമൻ ബാത്തുകൾ, എല്ലാം സമൃദ്ധിയുടെ അടയാളങ്ങൾ. നഗരത്തിന് മുകളിൽ പച്ച പുതച്ച് നിൽക്കുന്ന ശാന്തമായ ഒരു പർവ്വതം, മൗണ്ട് വെസൂവിയസ്. അതിന്റെ ഫലഭൂയിഷ്ടമായ താഴ്വാരങ്ങളിൽ കൃഷി ചെയ്യുന്ന തൊഴിലാളികൾ, എല്ലാം സാധാരണ പോലെ തോന്നും. പക്ഷേ ഇനി 24 മണിക്കൂറിനകം ഈ നഗരം മുഴുവൻ ഭൂമിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകും എന്ന് നിങ്ങൾക്ക് കരുതാനാകും. ഇതൊരു കഥയല്ല, യഥാർത്ഥത്തിൽ നടന്ന ഒരു ചരിത്ര ദുരന്തമാണ്. ബോംബെയിൽ ഇടയ്ക്കിടെ ചെറിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു. AD 62-ലുണ്ടായ ഒരു വലിയ ഭൂകമ്പം നഗരത്തിന്റെ വലിയ ഒരു ഭാഗം തകർത്തിരുന്നു. ആളുകൾ അതിനെ പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കവേ ചെറിയ കുലുക്കങ്ങളും വിചിത്ര സംഭവങ്ങളും തുടർക്കഥയായി. ചില കിണറുകൾ വറ്റി, നീർച്ചാലുകൾ അപ്രത്യക്ഷമായി, വളർത്തുമൃഗങ്ങൾ പ്രദേശം വിട്ടോടി. എന്നാൽ ഇവയൊന്നും വരാനിരിക്കുന്ന മഹാവിപത്തിന്റെ മുന്നറിയിപ്പാണെന്ന് ആരും കരുതിയില്ല. AD 79 ഓഗസ്റ്റ് 24 ഉച്ചയോടടുത്ത സമയം ഒരു ചെറിയ ഭൂമികുലുക്കം. അധികം താമസിയാതെ വെസൂവിയസിന്റെ മുകളിൽ നിന്ന് ഭയാനകമായ ഒരു ശബ്ദം. ഹിരോഷിമയിൽ വീണ അണുബോംബിനേക്കാൾ 1,00,000 മടങ്ങ് ശക്തിയുള്ള ആ സ്ഫോടനത്തിൽ പർവ്വതത്തിന്റെ മുകൾ ഭാഗം പൊട്ടിത്തെറിച്ചു. വെസൂവിയസിൽ നിന്ന് ചാരവും വാതകവും ചേർന്ന ഒരു ഭീമൻ തൂൺ 30 കിലോമീറ്റർ ഉയരത്തിൽ ആകാശത്തിലേക്ക് ഉയർന്നു. തീനാളങ്ങളും ചുടുകല്ലുകളും ചാരവും മഴ പോലെ നഗരത്തിലേക്ക് വീഴുവാൻ തുടങ്ങി. കെട്ടിടങ്ങൾ ഭാഗികമായി തകർന്നു. ജനങ്ങൾ ഭയന്ന് തെരുവിലേക്ക് ഓടി. ഇത് വെറും ഭൂകമ്പമല്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി. ബോംബെയുടെയും അടുത്ത നഗരമായ ഹെർക്കുലേനിയത്തിൻ്റെയും തെരുവുകൾ യുദ്ധസമാനമായി. കുഞ്ഞുങ്ങളെ കയ്യിലേറ്റി അമ്മമാർ ഓടുന്നു. കുട്ടികളും മുതിർന്നവരും മൃഗങ്ങളും എല്ലാം നഗരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ചില സമ്പന്നർ കുതിരവണ്ടികളിൽ കുടുംബങ്ങളെ കയറ്റി നേപ്പിൾസ് കടൽ തീരത്തേക്ക് പായുന്നു. കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ 20,000 ആളുകളിൽ ഏകദേശം 18,000 പേർ നഗരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ എല്ലാവർക്കും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. വൃദ്ധരും രോഗികളും വീടുകളിൽ തന്നെ നിന്നു. ചിലർ തെരുവിൽ പരിക്കേറ്റ് വീണുകിടന്നു. ചിലർ തകർന്ന കെട്ടിടങ്ങളിൽ കുടുങ്ങി. ചിലർ കരുതിയത് മുമ്പുണ്ടായ ഭൂകമ്പങ്ങൾ പോലെ ഇതുടൻ ശാന്തമാകുമെന്നാണ്. രാത്രിയോടെ ബോംബെയ്ക്കും വെസൂവിയസിന് മറുവശത്തുള്ള സമ്പന്നർ മാത്രം ജീവിക്കുന്ന ഹെർക്കുലേനിയം എന്ന പട്ടണത്തിന് മുകളിലായി ആകാശത്ത് ഒരു ഭീമൻ കരിമേഘം രൂപപ്പെട്ടു. പൈറോക്ലാസ്റ്റിക് മേഘം. അടുത്ത ദിവസം രാവിലെ നഗരത്തിൽ ശേഷിക്കുന്നത് 2,000-ഓളം ആളുകൾ. പെട്ടെന്ന് ആ ഭീമൻ പൈറോക്ലാസ്റ്റിക് മേഘം ഭയാനകമായ മുഴക്കത്തോടെ തകർന്നു. 700 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടുള്ള ചാരവും വാതകങ്ങളും ചേർന്ന് ഒരു മഹാവിപത്ത്. വെസൂവിയസിൽ നിന്ന് മണിക്കൂറിൽ 300 കിലോമീറ്റർ വേഗത്തിൽ ഒരു തീച്ചുഴലി പോലെ ആ പൈറോക്ലാസ്റ്റിക് ഫ്ലോ നഗരത്തിലേക്ക് പാഞ്ഞെത്തി. 1000 സൂര്യൻ ഒരുമിച്ച് കത്തുന്നത് പോലെയുള്ള ചൂട്. ഒരു നിമിഷം കൊണ്ടെല്ലാം അവസാനിച്ചു. ബോംബെ, ഹെർക്കുലേനിയം, ചുറ്റുമുള്ള പ്രദേശങ്ങൾ എല്ലാം ചുടുചാരത്തിനടിയിൽ മറഞ്ഞു. പലയിടങ്ങളിൽ അത് 20 അടിയോളം കട്ടിയായി അടി. ഏകദേശം 2,000 പേർ ജീവനോടെ ചാരത്തിനടിയിൽ മൂടപ്പെട്ടു. അതിനുശേഷം ബോംബെ ലോകത്തിന്റെ ഓർമ്മയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി. 1500 വർഷങ്ങളോളം ഈ നഗരം മണ്ണിനടിയിൽ മറഞ്ഞുകിടന്നു. 1860-ൽ നടത്തിയ ശാസ്ത്രീയ ഖനനത്തിലാണ് ബോംബെയും ഹെർക്കുലേനിയവും വീണ്ടും വെളിച്ചം കാണുന്നത്. അവിടെ പുരാവസ്തു വിദഗ്ധരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ജീവിതത്തിലെ അവസാന നിമിഷങ്ങൾ ഓർപ്പിക്കുന്ന തരത്തിൽ വിവിധ പോസ്റ്ററുകളിൽ ചാരം കൊണ്ട് വാർത്തുണ്ടാക്കിയതുപോലെ അനേകം മനുഷ്യരുടെ രൂപങ്ങൾ. AD 79 മുതൽ 18-ാം നൂറ്റാണ്ട് വരെ മണ്ണിനടിയിൽ, വോൾക്കാനിക് ആഷിനടിയിൽ മൂടപ്പെട്ട് കിടന്നിരുന്ന ഒരു പട്ടണം. അന്ന് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നവരും അവിടെ അവനവൻ്റെ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്നവരും ഒക്കെ ആ രാത്രിയിൽ, ഒറ്റ രാത്രിയിൽ ഈ വോൾക്കാനിക് ആഷിനുള്ളിൽ പെട്ട് ഫ്രോസൺ ഇൻ ടൈം എന്നൊക്കെ പറയുന്നത് പോലെ ആ നിന്ന അവസ്ഥയിലും കിടന്ന അവസ്ഥയിലും ഇരുന്ന അവസ്ഥയിലും ഒക്കെ പ്രതിമകളായി പോയെന്ന് പറയുന്നത് പോലെയുള്ള ഒരവസ്ഥയാണ് ഉണ്ടായത്. അപ്പം അത്രയ്ക്കും വലിയ ഒരു സൈറ്റാണ്. ഇറ്റലിയിലെ തന്നെ ഏറ്റവും വലിയ ടൂറിസ്റ്റിക് പ്ലേസ് ആണ്. യുനെസ്കോയുടെ പട്ടികയിൽപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു സൈറ്റ്. നമ്മൾ അവിടേക്കാണ് പോകുന്നത്. ഇവിടെ എൻട്രൻസ് ഫീ എടുത്തു, നേരെ അവിടെ പോയി ആ ചെക്ക് പോയിന്റിൽ കൂടെ കയറി നമ്മൾ ബോംബെയുടെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോരുകല്ലേ, വാ. ബോംബെയിലേക്ക് കയറി വരുമ്പോൾ ആദ്യം തുടങ്ങുന്നത് സബർബൻ ബാത്സ് എന്നൊരു ഏരിയയാണ്. 1st സെഞ്ച്വറി BC-യിൽ ഉണ്ടായിരുന്ന ഒരു ബാത്ത് ഏരിയ ആയിരുന്നു ഇത്, സബർബൻ ബാത്സ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ മുതൽ
നമ്മുടെ കാഴ്ചകൾ തുടങ്ങുകയാണ്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ഇപ്പോഴും നശിച്ചു പോയിട്ടില്ലാത്ത ഒരു മനോഹരമായ ഫ്രെസ്കോസ് അവിടെ കാണാം. ചെറിയ ടൈലുകൾ കൊണ്ടോ മറ്റോ വോളിൽ തീർത്തിരിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ആ കാലഘട്ടത്തിലെ മനോഹരമായ ടൈൽ വർക്കുകൾ കാണാം. ഉണ്ടല്ലേ? നമ്മളിപ്പം കണ്ട ഈ ഭാഗങ്ങളെല്ലാം സബർബൻ ബാത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു. 1-ാം നൂറ്റാണ്ടിലൊക്കെ ഈ സബർബൻ ബാത്ത് അല്ലെങ്കിൽ ബാത്തുകളും കാര്യങ്ങളും ഒക്കെ എത്ര ലാവിഷായിരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ നിന്നും കാണാൻ സാധിച്ചത്. അപ്പോൾ ഈ ഏരിയ മുഴുവൻ സബർബൻ ബാത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് നമ്മളിനി അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഹൗസ് ഓഫ് റോമുലസ് ആൻഡ് റീമസ് എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ്. റോമുലസും റീമസും അറിയാമല്ലോ, അവർ യഥാർത്ഥത്തിൽ ഈ റോമ സാമ്രാജ്യത്തിൻ്റെ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ട്വിൻ ബ്രദേഴ്സാണ്. അവരുടെ പേരിട്ടിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടിപ്പിക്കലി ആ കാലഘട്ടത്തിലൊരു റോമൻ ഒരു ഹൗസ് അതെങ്ങനെയായിരുന്നു എന്നുള്ളത് ഇപ്പോഴും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഫ്രണ്ട് സൈഡിൽ ഒരു കോർട്ട്യാർഡ്, മനോഹരമായ ഒരു കോർട്ട്യാർഡ്, അനേകം റൂമുകൾ. ആ റൂമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെയിൻറ്റിങ്ങുകളും ഫ്രെസ്കോസും ആർട്ട് വർക്കുകളും. റോമുലസ് ആൻഡ് റീമസ് എന്ന് പേരിടാൻ കാരണം ഇങ്ങനെയായിരുന്നു ടിപ്പിക്കലി ഒരു ആ റോമൻ കാലഘട്ടത്തിലെ ഒരു നല്ല ഒരു വീട് എന്നുള്ളതാണ്. അപ്പോൾ ആ ആർക്കിടെക്ചറൽ സവിശേഷതകളൊക്കെ നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് മനസ്സിലാവും. അപ്പോൾ ഈ റോമുലസ് ആൻഡ് റീമസിൻ്റെ എന്നറിയപ്പെടുന്ന ഈ വീട്ടിലേക്ക് കയറി ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. ആദ്യമേ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇവിടെ ഒരു കോർട്ട്യാർഡുണ്ട്, വലിയൊരു സിറ്റിംഗ് ഏരിയ. അത് കഴിഞ്ഞ് ഒരു റൂം, വലിയൊരു വിശാലമായ ഒരു റൂമാണ്, ഒരു ഹോള് പോലെ. അവിടെ അന്ന് ഉപയോഗിച്ചിരുന്ന കൽഭരണികളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഇപ്പോഴും ഉണ്ട്, കണ്ടില്ലേ? അതിനുശേഷം ഈ ഭാഗത്തായി നമുക്ക് പല റൂമുകളും അടുക്കളയുടെ ഭാഗങ്ങളും ഒക്കെ കാണാം. ഇതങ്ങോട്ട് കിടക്കുകയാണ്, നമുക്ക് അതുവഴി അങ്ങോട്ട് പോയി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളും കൂടെ കാണാം. ഉണ്ടല്ലേ? ഈ വീടിനെ താങ്ങി നിർത്തിയിരുന്ന തൂണുകൾ ഒക്കെ മനോഹരമായ 1, 2, 3 തൂണുകളാണ് മുൻഭാഗത്തുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു വീടായിരുന്നു, മനോഹരമായ ഒരു വീട്. ഉണ്ടല്ലേ? എത്ര ഏരിയയിലാണെന്നുള്ളത്. ഇവിടെയൊക്കെ അടുക്കളയുടെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം ഇപ്പോഴും, ഉണ്ടല്ലേ? കിച്ചൺ ഏരിയ ഒക്കെ ആയിരുന്നായിരിക്കണം അന്ന് സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്തിരുന്ന ഭാഗങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മറ്റൊരു കിടക്കമുറി, പിന്നെ കുറേ ചെറിയ റൂമുകൾ ഇതിനോട് ചേർന്ന്. ആ ഹോളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും പിന്നെ ഈ ഭാഗത്തായിട്ട് മറ്റ് 1-2 മുറികൾ. അങ്ങനെ വിശാലമായ ഒരു വീടായിരുന്നു ഇത്. അപ്പോൾ ഇത് നമ്മളുള്ളത് കാസ ഡെൽ മരീനായോ, അതായത് ഹൗസ് ഓഫ് ദ സെയിലർ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതും ഒരു ടിപ്പിക്കൽ റോമൻ ടൗൺ ഹൗസാണ്. ഹൗസ് ഓഫ് ദി സെയിലർ എന്ന പേര് വരാൻ കാരണം ഈ വീടിൻ്റെ ഉള്ളിൽ ഒരു സെയിലറിൻ്റെ നല്ലൊരു ഫ്രെസ്കോ, ഒരു വോളിൽ തീർത്ത പെയിൻറ്റിങ് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഹൗസ് ഓഫ് ദി സെയിലർ എന്ന് ഈ വലിയ ടൗൺ ഹൗസ് കണ്ട്. ഇതൊരു വലിയ ടൗൺ ഹൗസാണ്. അപ്പോൾ ഇത്രയും വലുതായിരുന്നു ആ ടൗൺ ഹൗസുകളൊക്കെ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനമില്ല, ഇത് വലിയൊരു വീടായിരുന്നു എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ എത്ര വലിയ നിർമ്മിതികളായിരുന്നു എന്ന് നമുക്കിവിടെ കാണാം. ഈ വീടുകളൊക്കെയും വലിയ ടൗൺ ഹൗസുകൾ കണ്ടല്ലേ? ഇവർക്കെല്ലാം ഓരോ വീടുകളിലേക്കും ആക്സസ് ആയിട്ട് ഈ മെയിൻ റോഡിൽ നിന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഇടവഴികൾ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ചെറിയ ഫൗണ്ടൈനുകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വെള്ളം കുടിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ പൊതുനിരത്തിൽ കൂടി നടന്ന് വരുന്ന ആൾക്കാർക്കൊന്നും വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല, കണ്ടില്ലേ? ഇതുവഴിയൊക്കെ വെള്ളം വരാനും അത് ഇവിടെ നിന്ന് കുടിക്കാനും ഒക്കെയുള്ള സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. ഇതാണ് തെരുവുകൾ, മെയിൻ റോഡാണിത്. ഈ മെയിൻ റോഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ ഒരു സംഭവം കാണാം. ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അന്ന് ട്രാഫിക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഈ രഥങ്ങൾക്ക് ഒരേ വഴി മാത്രമേ പോകാൻ പറ്റുകയുള്ളായിരുന്നു, അതായത് തേരുകൾക്കൊക്കെ. തേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുതിരവണ്ടികൾക്കൊക്കെ. അപ്പോൾ അതിൻ്റെ 2 വീലുകൾ അപ്പുറത്തും ഇപ്പുറത്തും ആയി പോയി അങ്ങനെ മാത്രമേ അതിന് പോകാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ ഒരു കട്ടിങ് എന്ന് പറയുന്ന ഒരേ വഴി മാത്രം പോകത്തക്ക തരത്തിലായിരുന്നു
ഇതുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു വൺ വേ ട്രാഫിക്കും അങ്ങനെയൊക്കെയാണ് ഇവിടെ അന്ന് നിയന്ത്രിച്ചിരുന്നത് എന്നുള്ളതാണ് ഈ ഭാഗങ്ങളിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാകുന്നത്. ഇപ്പം ടിപ്പിക്കലി അവരുടെ അന്നത്തെ കാലഘട്ടത്തിലെ ഈ നിരത്തുകളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാവും. കണ്ടില്ലേ? പിന്നെ നമുക്ക് അടുത്ത ഭാഗങ്ങളിലേക്ക് പോയി നോക്കാം. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ എത്ര വൈദഗ്ധ്യത്തോടെയാണ് അവർ ഈ തെരുവുകളൊക്കെ നിർമ്മിച്ചിരുന്നതെന്ന് നമുക്ക് കാണാം. 2000 കൊല്ലം മുമ്പാണ് ഈ കാര്യങ്ങളൊക്കെ എന്നുള്ളത് നോക്കണം. ഇപ്പോഴും ഇവിടെ സൂക്ഷിച്ചു നോക്കിയാൽ ഈ നമ്മുടെ കുതിരവണ്ടികളൊക്കെ ഉരുണ്ടുപോയിരുന്നതിൻ്റെ പാടുകളൊക്കെ കാണാം രണ്ട് ഭാഗത്തും. കണ്ടില്ലേ ഈ പാടുകൾ? ഇതൊക്കെ കുതിരവണ്ടികളുടെ വീലുകൾ കയറി ഇറങ്ങി സ്ഥിരമായി പോയിക്കൊണ്ടിരുന്ന വഴികളാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഇതിന് ഒരേ വഴിയിൽ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളായിരുന്നു എന്നുള്ളതാണ്. ഈ കട്ടിങ് കാണുമ്പോൾ അറിയാം, രഥങ്ങൾക്ക് ഇങ്ങോട്ട് തിരിഞ്ഞ് മാത്രമേ, കുതിരവണ്ടികൾ ഇങ്ങോട്ട് തിരിഞ്ഞ് മാത്രമേ പോകാൻ സാധിച്ചിരുന്നുള്ളൂ. ടെമ്പിയോ ഡി വെനറെ, ലവ്, ബ്യൂട്ടി ആൻഡ് ഫെർട്ടിലിറ്റി, അതിൻ്റെ ദൈവമാണ് വീനസ്. അപ്പോൾ വീനസിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ദേവാലയമായിരുന്നു ഇവിടെ. അതിൻ്റെ ഭാഗങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. അന്നത്തെ ടിപ്പിക്കലി ഒരു റോമൻ ടെമ്പിൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ അതിൻ്റെ കോളംസും എല്ലാം തകർന്നു കിടക്കുകയാണ്. പക്ഷേ ആ കോളംസൊക്കെ അന്ന് പല റോമൻ ടെമ്പിളുകളിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെയുള്ള കോളംസിൻ്റെ ഒക്കെ ഭാഗങ്ങൾ ഇവിടെ കിടക്കുന്നത് കാണാം. 2000 കൊല്ലം പഴക്കമുള്ള മാർബിളുകൾ ഇപ്പോഴും നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ ഇതേ ഗ്രൂവ്സൊക്കെയാണ്, ഇതേ രീതിയാണ് നമ്മൾ പുതിയ മോഡേൺ ഇതായിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അത് നമ്മളെ എത്രമാത്രം സ്വാധീനിച്ചിരുന്നു എന്നുള്ളതാണ്. ആ പഴയ കൺസ്ട്രക്ഷൻ രീതികളൊക്കെ കണ്ടില്ലേ മാർബിൾ. പക്ഷേ ഇവിടെ ഈ ഗ്രൂവ്സൊക്കെ ഇങ്ങനെ അതിൽ ചിപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്, അതുപോലെയുള്ള വർക്കുകളുമൊക്കെ. അപ്പോൾ കണ്ടില്ലേ ഇതെല്ലാം മാർബിൾ പീസസാണ്. ഇതെല്ലാം ആ റോമൻ ദേവാലയത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു. വലിയ ഭീമാകാരമായ കല്ലുകളാണ്. ഈ കല്ലുകളൊക്കെ എങ്ങനെയാണ് മനുഷ്യൻ ആ കാലഘട്ടത്തിൽ കൈകാര്യം ചെയ്യുന്നതെന്ന് തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ആ കാലഘട്ടത്തിൽ ഇത് എങ്ങനെ ഇരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഡെപ്പിക്ഷൻ ഇവിടെ ഒരു പെയിൻറ്റിങ്ങിൽ നമുക്ക് കാണാം. ഈ റോമൻ ദേവാലയം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടില്ലേ? ഇനി നമ്മൾ പോകുന്നത് ബസലിക്ക സാങ്ച്വറി ഓഫ് അപ്പോളോ. അപ്പോളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഗ്രീക്ക് റോമൻ മതത്തിൽ അല്ലെങ്കിൽ അവരുടെ ദൈവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവമായിരുന്നു അപ്പോളോ. അപ്പോളോ എന്ന് പറയുന്നത് ഹീലിങ്ങിൻ്റേത്, മ്യൂസിക്കിൻ്റേത്, പ്രൊഫസിയുടെ ദൈവം എന്നൊക്കെ നിലയിലാണ് അപ്പോളോയെ കരുതപ്പെട്ടിരുന്നത്. അപ്പോൾ അപ്പോളോയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു വലിയ ദേവാലയം ആണ് ബസലിക്ക സാങ്ച്വറി ഓഫ് അപ്പോളോ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ കയറുന്നത്. ഇപ്പോൾ ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം, വലിയ ഭിത്തികളും വലിയ വോളുകളും ഒക്കെയാണ്. ഈ എൻട്രൻസിൽ തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം. അപ്പോൾ ഇതിൻ്റെ അവശേഷിപ്പുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊരു ഗ്രാൻഡ് വർക്കായിരുന്നു. ഇവിടെ വലിയ കവാടം ഉണ്ടല്ലേ, മാർബിളിൽ തീർത്ത വലിയ കവാടങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴേക്കും വലിയ വിശാലമായ ഒരിടമായിരുന്നു. ഒരു ആരാധനാലയം എന്നത് മാത്രമല്ല, സമൂഹത്തിലെ വ്യക്തികൾക്കൊക്കെ വന്ന് കൂടിച്ചേരാനും അങ്ങനെ ഒരു സിവിക് സോഷ്യൽ ഇടം കൂടിയായിരുന്നു ഈ ഭാഗം എന്നുള്ളതാണ്. ഇതൊക്കെ 2000 കൊല്ലം പഴക്കമുള്ള സംഭവങ്ങളാണെന്ന് ഇവിടെ ഒന്ന് ഓർക്കുക. ഇവിടെയൊക്കെയുള്ള കോളംസ് കണ്ടില്ലേ, ഇതെല്ലാം വലിയ വലിയ കോളംസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഉദ്ദേശിക്കാം എങ്ങനെയായിരുന്നു ഇതിൻ്റെ മുകൾ ഭാഗം ഒക്കെ എങ്ങനെയായിരുന്നു, വലിയ റൂഫുകളും ഒക്കെ. ഇപ്പോഴും ഇവിടെ ഈ ഭിത്തികളിലൊക്കെ ഒരുപാട് ഫ്രെസ്കോസും പെയിൻറ്റിങ്ങുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും സാക്രിഫൈസസും ഒക്കെ നടന്നുകൊണ്ടിരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ഇടങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ ഭാഗങ്ങളിലോട്ടൊക്കെ നോക്കുമ്പോഴേക്ക് അവിടെയും ഒരു കവാടവും ഒക്കെ, ആ ഭാഗത്ത് വലിയൊരു സ്റ്റേജ് പോലെ ഉള്ള മതത്തിൻ്റേതായിട്ടുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്ന ഇടങ്ങൾ, അങ്ങനെ വലിയൊരു മന്ദിരമായിരുന്നു ഈ അപ്പോളോ ദേവൻ്റെ ദേവാലയം. ചരിത്രം ഇപ്പോഴും ഇവിടെ നമ്മളോട് കഥകൾ പറയുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് 2000 കൊല്ലം പുറകിലോട്ട് സഞ്ചരിച്ച് എങ്ങനെയായിരുന്നു ഇവിടെ കാര്യങ്ങളൊക്കെ നടന്നിരുന്നത് നമുക്ക് ഈ കാഴ്ചകളിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇന്നത്തെ ചുടുകട്ടകളൊക്കെ ഏത് രീതിയിലാണ് ഉണ്ടാക്കിയിരുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഇവിടെയൊക്കെ തീർച്ചയായും കുറേ ഫ്രെസ്കോ വർക്കുകളും ഒക്കെ ഉണ്ടായിരുന്ന ഭാഗങ്ങളാണ്. അപ്പോളോ ദേവാലയത്തിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് ഒരു വിശാലമായ ഇടത്തിലേക്കാണ്. കണ്ടില്ലേ, ഒരു വലിയ റെക്റ്റാങ്കുലർ സ്പേസ് ആണിത്. ഇതിനാണ് പറയുന്നത് ഫോറം എന്ന് പറയുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ ഈ ഫോറം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിവിക് ഏരിയ ആയിരുന്നു. ഇവിടെ വെച്ചാണ് ഈ നഗരത്തിലെ, ഈ പട്ടണത്തിലെ എല്ലാ പ്രധാന കാര്യങ്ങളും നടന്നിരുന്നതെന്നുള്ളതാണ്.
കച്ചവടം ചെയ്യാൻ വരുന്നവർ, അതുപോലെ എന്തെങ്കിലും ഫംഗ്ഷനുകൾ അറ്റൻഡ് ചെയ്യാൻ വരുന്നവരൊക്കെ എത്രയോ ആൾക്കാർ ഒരുമിച്ച് കൂടിയിരുന്ന ഒരു സ്ഥലമാണെന്ന് നോക്കണം. കണ്ടില്ലേ, വലിയ റെക്റ്റാങ്കുലർ ഏരിയ ആണ്, ഇത്രയും വിശാലമായ ഒരു ഇടമാണ്. ആ ഭാഗങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന ബിൽഡിങ്ങുകളൊക്കെ ഓരോ തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അന്നത്തെ സൊസൈറ്റിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമ്പലങ്ങളാകട്ടെ, ഓഫീസുകളാകട്ടെ, അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇതാണ് ഫോറം. കണ്ടില്ലേ, ഫോറത്തിൻ്റെ കാഴ്ചകൾ കാണാം. എത്ര വിശാലമായിരുന്നു ഈ ഏരിയ എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ആ ഒരു പട്ടണത്തിൻ്റെ ആ ഒരു ഗ്രാൻഡിയർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് പോവാം. ഫോറത്തിനും ചുറ്റുമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് ബിൽഡിങ്ങുകളായിരുന്നു. ഇവിടെയൊക്കെ നമുക്ക് കാണാം കമ്മിറ്റിയം, മുനിസിപ്പാലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കമ്മിറ്റിയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയായിരുന്നു ഇലക്ഷൻ പ്രോസസ്സുകളും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ നടന്നിരുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ നമുക്കറിയാം റോമൻ റിപ്പബ്ലിക്കിലൊക്കെ ഇലക്ഷൻ പ്രോസസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ മുനിസിപ്പൽ ഓഫീസുകൾ ഒക്കെ ആയിരുന്നു ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ളത്. ഇവിടേക്കുള്ള എത്ര വിശാലമായ ഇടങ്ങളായിരുന്നു എന്നുള്ളത് നോക്കുക. ആ കാലഘട്ടത്തിൽ തന്നെ അതിവിശാലമായ ഇടങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് കമ്മിറ്റിയം മുനിസിപ്പൽ ഏരിയ. റോമൻ ഫോറത്തിൽ നിന്ന് കയറി വരുമ്പോൾ ഇവിടെ പോർട്ടിക്കോ ഡെല്ല കോൺകോർഡിയ അഗസ്റ്റ എന്ന് പറയുന്നൊരു ഭാഗം, ഇത് ബിൽഡിംഗ് ഓഫ് യൂമാച്ചിയ എന്നാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര്. ആരായിരുന്നു യൂമാച്ചിയ എന്ന് പറയുന്നത് വീനസിൻ്റെ ദേവാലയത്തിലെ പ്രധാന പുരോഹിതയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സമൂഹത്തിൽ വലിയൊരു പ്രാധാന്യമുണ്ടായിരുന്നു, വലിയൊരു സ്ഥാനമുണ്ടായിരുന്നു. അവരുടെ വീടാണ്. കണ്ടില്ലേ, ഇതിൻ്റെ ഈ വീട്ടിലേക്കുള്ള എൻട്രൻസിൻ്റെ ഭാഗത്ത് ഇതൊക്കെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഗ്ലാസ് കൊണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ ഇതിൻ്റെ വർക്കുകളൊക്കെ കാണാൻ സാധിക്കും. എൻട്രൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിവിശാലമായ ഒരു ഇടമായിരുന്നു അവരുടെ ആ വീടിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. ഇതായിരുന്നു ഈ വീടിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത്. ഇത്രയും വലിയ ഒരു അതിമനോഹരമായ ഒരു വീടായിരുന്നു. ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ യൂമാച്ചിയ, ദി പ്രീസ്റ്റസ് ഓഫ് വീനസ്, who came from a wealthy family of entrepreneurs. The portico in front of the entrance was the place where the most important figures of the city were celebrated. അപ്പോൾ ഇതാണ് യൂമാച്ചിയ എന്ന ആ വീനസിൻ്റെ ദേവാലയത്തിലെ പ്രധാന പുരോഹിതയുടെ വീടായിരുന്നു, ബിൽഡിംഗ് ആയിരുന്നു. അത് കണ്ടു. ഇനി നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് പോവാം. ടെമ്പിയോ ഡെൽ ജീനിയസ് അഗസ്റ്റി. പഴയ റോമൻ വിശ്വാസം അനുസരിച്ചിട്ട് ഈ രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും ഒക്കെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്, ജീനിയസ് സ്പിരിറ്റ് എന്നാണ് പറയുന്നത്. ആ ജീനിയസ് സ്പിരിറ്റാണ് അവരെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കാത്തു സൂക്ഷിക്കുന്നത്, അവരുടെ ഉന്നതിക്ക് കാരണമാകുന്നത്. ആ സ്പിരിറ്റിന് വേണ്ടിയുള്ള ഒരു ദേവാലയമായിരുന്നു, ഒരു ടെമ്പിളായിരുന്നു ഇത്. ഇതും ഈ ഫോറത്തിൻ്റെ അടുത്ത് തന്നെയാണ്. എംപറർ അഗസ്റ്റസിൻ്റെ പ്രത്യേകമായി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഈ ടെമ്പിൾ നിർമ്മിച്ചത് എന്നുള്ളതാണ്. ഇവിടെ വീണ്ടും നമ്മുടെ വിശാലമായ ഇടങ്ങൾ കിടക്കുകയാണ്. ബോംബെയുടെ ഒരുപാട് റൂയിൻസ് എക്സ്കവേറ്റ് ചെയ്ത നിലയിൽ നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാം. പല കെട്ടിടങ്ങൾ, പല പബ്ലിക് പ്ലേസുകൾ ഒക്കെ കാണാം. ഈ ഭാഗത്തും എല്ലാമായിട്ട് വിശാലമായ ഇടങ്ങളാണ്. നോക്കുക, സാങ്ച്വറിയോ ഡെയ് ലാറി പബ്ലിസി എന്നാണ്. അപ്പോൾ ഇത് ലേസ് എന്ന് പറയുന്ന LARES എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങളുടെ ദൈവങ്ങൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഒരുപാട് സ്പിരിറ്റുകളിലും ആത്മാക്കളിലും ഒക്കെ ഇവരൊക്കെ വിശ്വസിച്ചിരുന്നല്ലോ. അവയ്ക്ക് വേണ്ടിയുള്ള ഒരു ദേവാലയമായിരുന്നു ഇത്. വൈനായാലും ഫുഡ് അതുപോലെയുള്ള പല കാര്യങ്ങളും ഇവിടെ കൊണ്ടുവന്നിട്ട് ഓഫറിങ്സ് ആയിട്ടൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു പ്രത്യേക ഇടമായിരുന്നു ഇത്. അപ്പോൾ ഇതൊരു വളരെ തിരക്കുള്ള ഒരു പാതയായിരുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ റോഡിൻ്റെ കുറുകെ ഇങ്ങനെ ഉള്ള കല്ലുകൾ കാണാം. അപ്പോൾ ഇതൊക്കെ വിശാലമായ ഇടങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ ഒക്കെ ആയിരുന്നിരിക്കണം ഈ ഭാഗങ്ങളൊക്കെ. ഇതൊരു വ്യാപാര സ്ഥാപനമായിരുന്നിരിക്കണം. ഇവിടെ വൈനും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ സൂക്ഷിക്കാനായിട്ടുള്ള ഇടങ്ങൾ കണ്ടില്ലേ, ഈ ഭരണികൾ, അതുപോലെ സാധന സാമഗ്രികൾ സൂക്ഷിക്കാനുള്ള ഇടങ്ങൾ, സ്റ്റോറുകൾ. അപ്പോൾ ഇവിടെ വ്യാപാരശാല ഇടമായിരുന്നിരിക്കണം. ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ സൂക്ഷിക്കുക, എന്നിട്ട് ഇവിടെ കച്ചവടം ചെയ്യുക, അങ്ങനെയുള്ള ഇടങ്ങളൊക്കെ ആയിരിക്കണം ഇവയൊക്കെ. വെള്ളം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് കാണാം. ഇത് പാതയോരങ്ങളിലെല്ലാം ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് ഇവിടെ ഒരു ഇൻ്റർസെക്ഷനാണ്, കണ്ടല്ലോ. ഇത് മെയിനായിട്ടുള്ള റോഡ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ
അങ്ങോട്ടേക്ക് പാതകളുണ്ട്, ഇങ്ങോട്ടേക്ക് പാതകളുണ്ട്, മുന്നോട്ട് പാതകളുണ്ട്. ഇപ്പോൾ വിശാലമായ ഇൻ്റർസെക്ഷനുകൾ, തേരുകളൊക്കെ ഓടി അല്ലെങ്കിൽ കുതിരവണ്ടികളൊക്കെ ഓടിയിരുന്ന വ്യക്തമായ പാടുകൾ നമുക്കിവിടെ എല്ലാം കാണാം. കണ്ടില്ലേ? കാലഘട്ടങ്ങളോളം ഈ കുതിരവണ്ടികളൊക്കെ ഓടി ഓടി ഉണ്ടായ പാടുകളാണ് ഇവയൊക്കെ. ഇതെല്ലാം കച്ചവട സ്ഥാപനങ്ങളായിരുന്നിരിക്കണം രണ്ടു വശവുമായിട്ട്. ഇതൊരു പ്രധാന തെരുവായിരുന്നു എന്നുള്ളതിനൊരു സംശയവുമില്ല. ഇപ്പോൾ ഏത് പ്രധാന തെരുവിൽ ചെന്നാലും ഒരു ബേക്കറി അത് തീർച്ചയായിട്ടും ഒരു അത്യാവശ്യ ഘടകമാണല്ലോ. അങ്ങനെ ഈ തെരുവിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രമുഖമായ ഒരു വ്യാപാര സ്ഥാപനം, ഒരു ബേക്കറി, അതിൻ്റെ മുമ്പിലാണ് നമ്മളുള്ളത്. മാവ് കുഴയ്ക്കാനും അത് ബ്രെഡാക്കി മാറ്റാനും ഒക്കെ ആയിട്ടുള്ള വലിയ കൽഭരണികളും അതുപോലെയുള്ള കാര്യങ്ങളും, ഇവിടെ വലിയ അവൻ കാണാം. അത്ര വിശാലമായ അടുപ്പായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും വലിയ ഏരിയയിലാണ് ഈ ബ്രെഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഈ ഏരിയയിലുള്ളവർക്കൊക്കെ സപ്ലൈ ചെയ്യാൻ തക്കവണ്ണം ഉള്ള ബ്രെഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ ഈ ബേക്കറി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. എത്രയോ പണിക്കാർ ജോലി ചെയ്തിരുന്ന ഒരു സ്ഥലമായിരിക്കണം എന്നുള്ളത് ഇതിൻ്റെ ഈ വലിപ്പം കൊണ്ട് നമുക്ക് കാണാം. ഇന്ന് തന്നെ നമുക്ക് ഇത്രയും വലിയ ബേക്കറി കാണാൻ സാധിക്കില്ല. കണ്ടില്ലേ? ഇത് കണ്ടില്ലേ? വലിയ ആട്ടുകല്ലുകൾ പോലെയുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബേക്കറി പോപ്പിഡിയസ് പിസ്കസ് എന്ന ഒരു മനുഷ്യൻ്റേതായിരുന്നു, ഒരു വ്യക്തിയുടേതായിരുന്നു. അതെങ്ങനെയാണ് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ പേര് എഴുതിയ ഒരു ഫലകം ഇവിടെ നിന്നും കണ്ടെടുക്കുകയുണ്ടായി. അങ്ങനെയാണ് അത് മനസ്സിലായത്. ഇപ്പോൾ ബേക്കറിയുടെ കാഴ്ചകൾ കഴിഞ്ഞു. അപ്പോൾ ഈ തെരുവ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഒരുപാട് കാഴ്ചകളുമായി, അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ. ഒരുപക്ഷെ ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാത എന്ന് പറയാം. ഇവിടെ രണ്ട് ഭാഗത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുതിരവണ്ടികളൊക്കെ പോയിരുന്നു. പക്ഷെ അവയ്ക്ക് പോകാനായിട്ട് എതിലെയും കയറി പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഈ കല്ലുകൾ ഇട്ടിരിക്കുന്നത്. ഈ വഴി കുതിരവണ്ടികൾ പോവുകയാണെങ്കിൽ ഈ ഭാഗത്തൂടെ കുതിരവണ്ടികൾ ഈ ഭാഗത്തേക്ക് പോവും. അങ്ങനെ തിരക്ക് നിയന്ത്രിക്കാനും ട്രാഫിക് നിയന്ത്രിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ അന്ന് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നടുഭാഗം ഉയർന്നും മറ്റുള്ള വശങ്ങൾ താണും. അന്ന് തന്നെ അത്രയും എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തോടു കൂടിയാണ് ഈ കല്ലുകളൊക്കെ പാകി ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം വെള്ളമൊക്കെ സൈഡിലേക്ക് ഒലിച്ചു പോകത്തക്ക തരത്തിൽ ആണ് ഉണ്ടാക്കിയിരുന്നത്. ഇത് ഒരു 4 കൂടുന്ന വഴിയാണ്. ഇവിടെ 3 കല്ലുകൾ സ്ഥാപിച്ച് ഇവിടെ ഒരു നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നു. അതുപോലെ ഈ സെക്ഷൻ, ഇന്റർസെക്ഷൻ, ഇവിടുന്ന് റോഡ് വന്ന് ചേരുമ്പോൾ ഇവിടെയും ഈ 3 വലിയ കല്ലുകൾ സ്ഥാപിച്ച് ഒരു നിയന്ത്രണം, ഇവിടെയും അതുപോലെ. അങ്ങനെ 4 കൂടുന്ന ഒരു വലിയ വഴി, ഒരു ജംഗ്ഷൻ ആയിരുന്നു ഈ ഭാഗം. കാസാഡി മാർക്കസിന്റെ വീട് എന്നുള്ളതാണ്. നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാം ഇത്രയും വലിയ എൻട്രൻസും ഒക്കെയുള്ള ഒരു വീടെന്ന് പറയുമ്പം തീർച്ചയായും ഒരു സമ്പന്നന്റെ വീട് തന്നെയായിരുന്നു. അപ്പോൾ ഈ വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ തന്നെ ഇവിടെയൊക്കെ ടൈലൊക്കെ വിരിച്ച ഭംഗിയായിട്ടുള്ള വലിയൊരു ഇടം, വലിയൊരു ഹോള്. അപ്പോൾ അതിനോട് ചുറ്റുമായിട്ട് അനേകം മുറികൾ ഒക്കെ ആയിട്ട് ഒരു ചെറിയ പാലസ് തന്നെയായിരുന്നു കാസാഡി മാർക്കോ എന്നുള്ളതിന് സംശയമില്ല. ഈ വോളിലുള്ള ഫ്രെസ്കോയിൽ അദ്ദേഹത്തിന്റെ പേര് ആലേഖനം ചെയ്തിരുന്നു. അങ്ങനെയാണിത് മാർക്കസ് എന്ന് പറയുന്ന ഒരാളിൻ്റെ ആണെന്ന് മനസ്സിലായത്. ചെറിയ ഗാർഡൻ പോലൊക്കെയുള്ള ഏരിയ ഒക്കെ നമുക്കിവിടെ കാണാം. കണ്ടില്ലേ? തറയാണെന്നുണ്ടെങ്കിൽ അതിമനോഹരമായ ടൈൽ വർക്കുകൾ കൊണ്ട്, അന്നത്തെ കാലത്ത് കൊച്ചു കൊച്ചു ടൈലുകൾ പോലെയുള്ള ചിപ്സുകൾ പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെയുള്ള ഫ്രെസ്കോസ് ഒക്കെ കാണാം. അപ്പോൾ അതിസമ്പന്നനായ ഒരു വ്യക്തിയായിരുന്നു മാർക്കസ് എന്നുള്ളത് സുവ്യക്തമാണ്. അത്രയും വലിയൊരു വീടും കാര്യങ്ങളും ഒക്കെയാണ് മാർക്കസിൻ്റേത്. ഓർസോ ഫെറിറ്റോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു വലിയ വീടായിരുന്നു. ഇതിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഗ്ലാസ് ഇട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇതിനകത്തെ ടൈൽ വർക്കുകൾ, മൊസൈക്ക് വർക്കുകൾ വളരെ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഒരു കരടിയുടെയൊക്കെ ഒരു രൂപവും എന്തൊക്കെയോ എഴുത്തുകളും പഴയ റോമൻ ഭാഷയിലുള്ള ലിഖിതങ്ങളും ഒക്കെ ഇതിൻ്റെ ഈ വീടിൻ്റെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാലും അതിനുള്ളിലെ പെയിന്റിങ് വർക്കുകളും ഫ്രെസ്കോസും മൊസൈക്ക് വർക്കുകളും ഒക്കെ അതിമനോഹരമാണ്. ഏറ്റവും മനോഹരമായ ഒരു കാര്യം, ഈ ഹോളിൻ്റെ ആ വശത്തായിട്ടുള്ള ഒരു ചെറിയ ഒരു സ്ട്രക്ചർ, അതിൽ മനോഹരമായ ഫ്രെസ്കോസും ഒക്കെ കൊണ്ട് ഇപ്പോഴും അതിൻ്റെ നിറവും ഭംഗിയും ഒന്നും കെട്ടുപോയിട്ടില്ലെന്നുള്ളതാണ്. ആദ്യ കാലഘട്ടത്തിലെ റോമൻ ടൗൺഷിപ്പുകളിലൊക്കെ കണ്ടിരുന്ന ഒരു ടിപ്പിക്കൽ ഒരു സംഭവമാണ് ഈ തെർമോപോളിയം എന്ന് പറയുന്നത്. തെർമോപോളിയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കച്ചവട സ്ഥാപനമാണ്. ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽക്കുന്ന ഒരു വലിയ സ്റ്റോർ. ഇന്ന് ഐസ്ക്രീംസ് ഒക്കെ
പല ഇതിലായിട്ട് വയ്ക്കുന്നത് നമ്മൾ കാണുമല്ലോ. എന്ന് പറയുന്നത് പോലെ ഇവിടെ ഇങ്ങനെ ഓരോ തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഇതിൽ കീപ്പ് ചെയ്യും. അത് ഇവിടെ വന്ന ആൾക്കാർക്ക് ഇവിടെ നിന്നുകൊണ്ട് ഓർഡർ ചെയ്യാം. ഈ സാധനങ്ങളൊക്കെ നോക്കിയിട്ട് അതാത് ഭക്ഷണ പദാർത്ഥങ്ങൾ വേണ്ടിയതൊക്കെ ഓർഡർ ചെയ്യാം. അതിവിടെ നിന്നിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകാം. അപ്പോൾ ഇവിടെ ഈ വലിയ ക്ലേ ഭരണികൾ കണ്ടില്ലേ, ആ ഭരണികളിലാണ് ഇതൊക്കെ സൂക്ഷിച്ച് വയ്ക്കുക. അതാത് തീരുന്ന സമയത്ത് ഓരോന്നിലേക്കും ഫില്ല് ചെയ്യുക. ഇവിടെ ആൾക്കാർക്ക് വന്ന് ഇത് വാങ്ങിക്കാനൊക്കെയുള്ള സൗകര്യം ഈ ഭാഗത്തും നമുക്ക് കാണാം. കണ്ടില്ലേ, ഇതിലെല്ലാം ഓരോ തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഫില്ല് ചെയ്ത് വയ്ക്കും. അപ്പോൾ കസ്റ്റമേഴ്സ് ഇതുവഴി വന്നിട്ട് ഇതൊക്കെ നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കി ഒക്കെ ഓരോന്ന് ഓർഡർ ചെയ്യുക, വാങ്ങിച്ചുകൊണ്ട് പോവുക. ഇവിടെ ഇതെല്ലാം അങ്ങനെയാണ്. അപ്പോൾ ഇതിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ, അത് വൈനാവാം, ധാന്യങ്ങളാവാം, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന മറ്റ് പദാർത്ഥങ്ങളൊക്കെ ആവാം. ഇവിടെ എല്ലാം അതാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോഴുള്ളത് ഹെർക്കുലേനിയം ഏരിയയിലാണ്. ഈ പൊമ്പെ പോലെ തന്നെ വളരെ പുരാതനമായ ഒരു ടൗണായിരുന്നു ഹെർക്കുലേനിയം. അപ്പോൾ ഹെർക്കുലേനിയത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് വില്ല ഡി ഡയമേഡെ. ഇത് ആ കാലഘട്ടത്തിൽ ഒരു പ്രശസ്തമായ വീടായിരുന്നു. യഥാർത്ഥത്തിൽ ഡയമേഡെ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് മിത്തോളജിയിൽ ഉള്ള ഒരു സാങ്കല്പിക കഥാപാത്രമായിരുന്നു. ബേസ്മെന്റ് ലെവലുകളും ഒക്കെ ഉണ്ടായിരുന്ന വലിയൊരു വീടായിരുന്നു ഇത്. ഇവിടെ കണ്ടല്ലേ, ഇതായിരുന്നു ഇതിൻ്റെ ഒരു അന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരു രൂപകൽപ്പന എന്ന് പറയുന്നത് ഇതായിരുന്നു. ദ വില്ല ഓഫ് ഡയോമെഡിയസ് ഈസ് വൺ ഓഫ് ദി Pompei's biggest architectural complexes located outside the urban perimeter. 3,700 സ്ക്വയർ മീറ്റേഴ്സ് ആയിരുന്നു ഇതിൻ്റെ മൊത്തത്തിലുള്ള വ്യാപ്തി. അടുത്ത കാഴ്ച നമ്മൾ കാണാൻ പോകുന്നത് വില്ല ഓഫ് ദ മിസ്റ്ററീസ്. അപ്പോൾ തീർച്ചയായും ഈ പൊമ്പയിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാണേണ്ടതായിട്ടുള്ള ഒരു സൈറ്റാണ് വില്ല ഓഫ് ദി മിസ്റ്ററീസ് എന്ന് പറയുന്നത്. നമ്മൾ അവിടേക്കാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് ഇതിന് പേര് വരാനുള്ള കാരണം എന്നൊക്കെയുള്ളത് വഴിയേ പറയാം. അപ്പോൾ ഇതുവഴി നടന്ന് ഈ താഴേക്ക് ചെല്ലുന്ന ഭാഗമാണ് വില്ല ഓഫ് ദി മിസ്റ്ററീസ്. പൊമ്പെ സിറ്റിയുടെ ഔട്ട്സൈഡായിട്ടാണ് ഈ വില്ലയുള്ളത്. വില്ല ഓഫ് ദി മിസ്റ്ററീസ് എന്ന ഇതിന് പേര് വരാൻ കാരണം ഇവിടെ ഒരു കൾട്ട്, ഒരു പ്രത്യേക വിശ്വാസത്തിലുള്ള കുറേ ആൾക്കാരാണ് ഈ വില്ലയിൽ താമസിച്ചിരുന്നത്. അവരുടെ പ്രത്യേക തരത്തിലുള്ള പൂജകൾക്കും മറ്റുമായിട്ടാണ് ഈ വില്ല ഉപയോഗപ്പെടുത്തിയിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഡയോണീസസ് എന്ന് പറയുന്ന ഒരു ദൈവം വൈനിൻ്റെയും എക്സ്റ്റസിയുടെയും ഫെർട്ടിലിറ്റിയുടെയും ഈ കലാപരമായ കാര്യങ്ങളുടെയും ഒക്കെ ഒരു ദൈവമായിട്ടാണ് ഡയോണീസസിനെ കണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ ആ ദൈവത്തിന് വേണ്ടിയുള്ള പൂജകൾക്കും ഒക്കെയായിട്ട് ആണ് ഈ കൂടുതലായി ഈ വില്ലയിൽ അവരൊത്തുകൂടിയിരുന്നത്. ആ കൾട്ടിൻ്റെയാണ് ഈ വില്ല എന്ന് പറയുന്നത്. ഈ വില്ലയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഫ്രസ്കോസ്, ഏൻഷ്യൻ്റ് റോമൻ വാൾ പെയിൻറ്റിങ്സ്, അത് വളരെ വെൽ പ്രിസർവ്ഡ് ആണെന്നുള്ളതാണ്. വിശാലമായ ഒരു വില്ലയാണിത്. 2000 കൊല്ലങ്ങൾക്കിപ്പുറവും ഭിത്തിയിലെ പെയിൻറ്റ് നിറം മങ്ങാതെ നിൽക്കുന്നത് കാണാം. ഇനി നമ്മൾ നടന്നു ചെല്ലുന്ന ഒരു പ്രത്യേക കാഴ്ചയിലേക്കാണ്. പൈറോക്ലാസ്റ്റിക് ഫ്ലോയിൽപ്പെട്ട് നിമിഷാർദ്ധം കൊണ്ട് പ്രതിമകളായി പോയ ചില മനുഷ്യരുടെ രൂപങ്ങൾ നമുക്കിവിടെ കാണാം. ചൂട് ചാരം സിമെന്റ് പോലെ ശരീരം മൂടിയപ്പോൾ അവരുടെ ശരീരത്തിലെ അസ്ഥികളും ടിഷ്യൂസും ഒക്കെ ഉരുകിപ്പോയി അകം പൊള്ളയായ ഫ്രജൈലായ രൂപങ്ങളാണ് എക്സ്കവേറ്റ് ചെയ്തപ്പോൾ കണ്ടെടുത്തത്. ഹോളോ ക്യാവിറ്റീസിലേക്ക് ലിക്വിഡ് പ്ലാസ്റ്റർ ഒഴിച്ച് കാസ്റ്റ് ചെയ്താണ് ഇന്ന് നാം കാണുന്ന രൂപത്തിൽ ഇവ പ്രിസർവ് ചെയ്തിരിക്കുന്നത്. എന്തായാലും പൊമ്പെ നമ്മളെ ശരിക്കും ഒരുപാട് കാലഘട്ടം പുറകിലേക്ക് കൊണ്ടുപോകുന്ന ഒരനുഭവമാണെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അങ്ങനെ പോംബെയുടെ അതിമനോഹരമായ കാഴ്ചകൾ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പോംബെയോട് വിട പറയാൻ നേരമായി. അടുത്ത എപ്പിസോഡിൽ വെസൂവിയസിൻ്റെ കാഴ്ചകളാണ്. പൊമ്പെയുടെ ഈ ഡിസ്ട്രക്ഷൻ എല്ലാം കാരണമായ അഗ്നിപർവ്വതം ഇപ്പോഴും ആക്റ്റീവാണ്. അപ്പോൾ ആ പർവ്വതത്തിലേക്കുള്ള ഒരു സാഹസികരമായിട്ടുള്ള യാത്രയാണ് അടുത്ത എപ്പിസോഡ്. തീർച്ചയായും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ഫോർ നൗ.